Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മദ്രസ അധ്യാപകനെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. രാമന്തളിയിൽ താമസിക്കുന്ന കണ്ണാടിപ്പറമ്പ് സ്വദേശിയായ മദ്രസ അധ്യാപകൻ 19 വയസ്സുകാരനായ സുഫേറിനെതിരെയാണ് പോക്സോ നിയമപ്രകാരം പയ്യന്നൂർ പോലീസ് കേസെടുത്തത്. സ്റ്റേഷൻ പരിധിയിലെ 15 വയസ്സുകാരിയെയാണ് പയ്യന്നൂരിലെ സ്ഥാപനത്തിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ കിണറിൽ കുടുങ്ങിയ യുവാവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. പരിയാരം സ്വദേശി ജയേഷിനെയാണ് പയ്യന്നൂർ ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചത്. ഇന്ത്യയുടെ മതേതരത്വവും ബഹുസ്വരതയും നശിപ്പിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. UDF മഹിളാ വിഭാഗം പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബൈക്ക് റാലി സംഘടിപ്പിച്ചു. പെരളം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. കാങ്കോൽ കരിങ്കുഴി വളവിൽ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന ജില്ലിയും കോൺക്രീറ്റ് മിക്സും വീഴുന്നത് പതിവാകുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ നിരുത്തരവാദപരമായി ഇത്തരം വസ്തുക്കൾ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുന്നു. വാർത്തകൾ വിശദമായി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മദ്രസ അധ്യാപകനെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. രാമന്തളിയിൽ താമസിക്കുന്ന കണ്ണാടിപ്പറമ്പ് സ്വദേശിയായ മദ്രസ അധ്യാപകനും 19 വയസ്സുകാരനുമായ സുഫേറിനെതിരെയാണ് പോക്സോ നിയമപ്രകാരം പയ്യന്നൂർ പോലീസ് കേസെടുത്തത്. സ്റ്റേഷൻ പരിധിയിലെ 15 വയസ്സുകാരിയെയാണ് പയ്യന്നൂരിലെ സ്ഥാപനത്തിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് മദ്രസ അധ്യാപകനായ സുഫേറിനെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാമന്തളിയിൽ താമസിക്കുന്ന കണ്ണാടിപ്പറമ്പ് സ്വദേശിയായ മദ്രസ അധ്യാപകനും 19 വയസ്സുകാരനുമായ സുഫേറിനെ പോക്സോ നിയമപ്രകാരമാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തത്. സ്റ്റേഷൻ പരിധിയിലെ 15 വയസ്സുകാരിയെയാണ് പയ്യന്നൂരിലെ സ്ഥാപനത്തിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ വർഷമായിരുന്നു സംഭവം. വീട്ടുകാർ സംഭവമറിഞ്ഞതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുക്കുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ കിണറിൽ കുടുങ്ങിയ യുവാവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. പരിയാരം സ്വദേശി ജയേഷിനെയാണ് പയ്യന്നൂർ ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചത്. ശനിയാഴ്ച ഉച്ചയോടെ കടന്നപ്പള്ളി പുത്തൂർ കുന്നിലാണ് സംഭവം. പുത്തൂർ കുന്നിൽ ഒരു വീടിന് സമീപത്തെ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയതായിരുന്നു പെരിയാരം സ്വദേശി ജയേഷ്. കിണർ വൃത്തിയാക്കിയ ശേഷം കിണറിന്റെ പടികൾ കയറി തുടങ്ങിയതോടെ ജയേഷിന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് ഇയാൾ കിണറിലേക്ക് തന്നെ ഇറങ്ങുകയും ചെയ്തു. ഇതോടെ വീട്ടുകാർ പയ്യന്നൂർ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു. സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി റെസ്ക്യൂ നെറ്റ് ഉപയോഗിച്ച് ജയേഷിനെ പുറത്തെത്തിച്ചു. 14 കോൽ ആഴമുള്ള കിണറിലാണ് ജയേഷ് കുടുങ്ങിയത്. M സിനോജ്, TP ധനേഷ്, ജിജേഷ് രാജഗോപാലൻ, KC ഗോപാലൻ എന്നിവരും ഫയർഫോഴ്സ് സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ.
ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകൾ. ഇന്ത്യയുടെ മതേതരത്വവും ബഹുസ്വരതയും നശിപ്പിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. UDF മഹിളാ വിഭാഗം പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ പിന്തുടരുന്നത്. രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. UDF മഹിളാ വിഭാഗം പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 17 ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് 2024 ഈ തെരഞ്ഞെടുപ്പിലുള്ള പ്രാധാന്യവും പ്രത്യേകതയുമില്ല. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി PV ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. സുമ ബാലകൃഷ്ണൻ, ഫായിസ ടീച്ചർ, MP ഉണ്ണികൃഷ്ണൻ, SKP സഖറിയ, റഷീദ ഒടിയിൽ, ചന്ദ്രിക സതീഷ്, റീന സുരേഷ്, മടപ്പള്ളി മാങ്കള, AP ബദറുദ്ദീൻ, സുനിൽ പ്രകാശ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബൈക്ക് റാലി സംഘടിപ്പിച്ചു. പേരളം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബൈക്ക് റാലി P ശ്യാമള ഫ്ളാഗ് ഓഫ് ചെയ്തു. LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സ്വാമിമുക്കിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി P ശ്യാമള ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈകുന്നേരത്തോടെ കൊഴുമൽ ബാങ്ക് പരിസരത്ത് ബൈക്ക് റാലി സമാപിച്ചു. RSSന്റെ കൂട്ടുകെട്ടോടുകൂടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയെ താഴെയിറക്കുന്നതിനു വേണ്ടിയും ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദം ഉയരുന്നതിനു വേണ്ടിയും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചുകൊണ്ട് സമാപന സമ്മേളനം T ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സുധാമണി, സുജ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. INTUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ റാലി സംഘടിപ്പിച്ചു. പയ്യന്നൂർ പെരുമ്പ KSRTC പരിസരത്തു നിന്നും ആരംഭിച്ച പ്രചരണ റാലി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. INTUയുടെ നേതൃത്വത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചരണ റാലി പയ്യന്നൂർ പെരുമ്പ KSRTC പരിസരത്തു നിന്നും ആരംഭിച്ച് പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ജില്ലാ പ്രസിഡന്റ് ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. KV മോഹനൻ, AT നിശാന്ത്, N ഗംഗാധരൻ, AP നാരായണൻ, സുരേഷ് കാനായി, CK വിനോദ്, കുട്ടിനെഴുത്ത് വിജയൻ എന്നിവർ തെരഞ്ഞെടുപ്പ് റാലിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. NDA കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പഴയങ്ങാടിയിൽ NDA തിരഞ്ഞെടുപ്പ് ജാഥയ്ക്ക് സ്വീകരണം നൽകി. NDA കല്യാശ്ശേരി നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. BJP ഗവൺമെന്റ് നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ എണ്ണിപ്പറഞ്ഞാണ് NDA വോട്ട് തേടുന്നത്. ഇത്തവണ കേരളത്തിലുൾപ്പെടെ NDA സ്ഥാനാർത്ഥികൾ മികച്ച വിജയം നേടുമെന്ന് ശ്രീധരൻ ഉണ്ണി പറഞ്ഞു. വളരെ ശുഷ്കമായ അംഗസംഖ്യയോടുകൂടി ലോകസഭയുടെ സൈഡ് ബെഞ്ചിലിരിക്കുന്ന ഈ
ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഒന്നും ചെയ്യാൻ കഴിയാതെ, ഒരാവശ്യവും നേടിയെടുക്കാൻ കഴിയാതെ, അത്യാവശ്യം ഇറങ്ങിപ്പോക്ക് മാത്രം നടത്താവുന്ന ഒരു MPA ആണോ വേണ്ടത് എന്നാണ് നമ്മുടെ പ്രധാന ചോദ്യം. സി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. കെ സജീവൻ, സുജിത്ത് വടക്കൻ, AV സനിൽ, കാളേശ്വരം ഗംഗാധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാങ്കോൾ കരിങ്കുഴി വളവിൽ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന ജില്ലിയും കോൺക്രീറ്റ് മിക്സും വീഴുന്നത് പതിവാകുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ നിരുത്തരവാദപരമായാണ് ഇത്തരം വസ്തുക്കൾ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത്. പയ്യന്നൂർ ചെറുപുഴ റോഡിൽ കാങ്കോൾ കരിങ്കുഴി പാലത്തിനടുത്ത വളവിലാണ് കോൺക്രീറ്റ് മിക്സും ജില്ലിയും വീണുകിടക്കുന്നത്. കോൺക്രീറ്റ് മിക്സ് വീണ ഭാഗം പൊങ്ങി നിൽക്കുന്നത് അപകടത്തിന് കാരണമാകുന്നു. ജില്ലിയും റോഡിലാകെ വീണുകിടക്കുകയാണ്. വളവും കയറ്റവുമായതിനാൽ അപകട സാധ്യത 10 മടങ്ങ് വർദ്ധിക്കുന്നു. വേഗത കൂടി വരുന്ന ഇരുചക്ര വാഹനങ്ങൾ വളവായതിനാൽ തൊട്ടുമുന്നിലെത്തിയാലേ അപകടം മനസ്സിലാകൂ. ഇവർക്കാണ് ഏറെ ബുദ്ധിമുട്ടും. തങ്ങൾ അപകടത്തിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്ന് ബൈക്ക് യാത്രികനായ ഏറ്റുകുടുക്ക പള്ളിമുക്ക് സ്വദേശി പറയുന്നു. ഫാമിലി ആയിട്ട് പോകുന്ന ബൈക്ക് യാത്രക്കാർക്കെല്ലാം എത്ര ബുദ്ധിമുട്ടാണെന്നറിയുന്നത്. ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത്. ഇതിനു മുമ്പും ചെറിയ തോതിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും ഇതിൽ യാത്ര ചെയ്യുന്നവരാണ്. ഇപ്പോൾ ചെറിയ തോതിൽ ഇവിടെയൊക്കെ ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇതിന് കർശനമായിട്ടൊരു നിയന്ത്രണം ഇത് കൊണ്ടുപോകുന്നവർക്ക് കൊടുത്തില്ലെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ബൈക്കുകാരൻ അത് സ്ലിപ്പായി വീണ് കഴിഞ്ഞാൽ ആരും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. അവൻ്റെ കുടുംബത്തിന് പോയി അവന് ബുദ്ധിമുട്ടായി. ആരും ചോദിക്കാനുമില്ല, പറയാനും. എന്താ ഇത് അവസ്ഥ? വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വലിയ രീതിയിൽ പൊടിയുയരുന്നതിനാൽ കാൽനടയാത്രക്കാരും സമീപവാസികളും ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഏവരുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വയോധികനെതിരെ കേസ്. സ്റ്റേഷൻ പരിധിയിലെ KP രാജനെതിരെയാണ് പഴയങ്ങാടി പോലീസ് കേസെടുത്തത്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വയോധികനെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. സ്റ്റേഷൻ പരിധിയിലെ 65 വയസ്സുകാരൻ KP രാജൻ എന്നയാൾക്കെതിരെയാണ് കേസെടുത്തത്. പാടത്ത് ജോലി ചെയ്യുകയായിരുന്ന ഇദ്ദേഹം കുട്ടിയുടെ വീട്ടിലെത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. പഴയങ്ങാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിളയാങ്കോട് ഒറന്നെടുത്തുചാൽ ഭാഗത്ത് റോഡരികിലും സമീപ പറമ്പുകളിലും വ്യാപകമായി മാലിന്യം തള്ളിയിരിക്കുന്നു. ഒരു കാലത്ത് പ്ലാസ്റ്റിക് നിരോധിത മേഖലയായ ഈ നാട്ടിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് നാട്ടുകാരിൽ ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. വിളയാങ്കോട് ഒറന്നെടുത്തുചാൽ ഭാഗത്ത് റോഡിലാണ് വ്യാപകമായി മാലിന്യം തള്ളിയിരിക്കുന്നത്. റോഡരികു കൂടാതെ സമീപ പറമ്പുകളിലും വ്യാപകമായി മാലിന്യം തള്ളിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറുകളും നിരവധി മദ്യക്കുപ്പികളും ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒരു കാലത്ത് പ്ലാസ്റ്റിക് നിരോധിത മേഖലയായ ഈ നാട്ടിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് നാട്ടുകാരിൽ ഏറെ പ്രതിഷേധത്തിന് കാരണമായി തീർന്നിരിക്കുന്നു. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ മറ്റും കൊണ്ടുവന്നാണ് മാലിന്യം തള്ളുന്നത്. മഴക്കാലമായാൽ മാലിന്യങ്ങൾ ഒഴുകി മറ്റു സ്ഥലങ്ങളിലേക്ക് എത്താനും സാധ്യതയുണ്ട്. മാലിന്യം തള്ളുന്നത് തടയുകയും നിക്ഷേപിച്ച മാലിന്യം നീക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. പ്ലാസ്റ്റിക് നിരോധന മേഖലയാണ് നമ്മളിവിടെ. ഒന്നും ഉണ്ടായിട്ടില്ല, ആദ്യമൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ കൊണ്ടിട്ടിട്ട് പോകുന്നവർ ഇങ്ങനെ കൊണ്ട് ചാടിയിട്ട് തന്നെ അങ്ങ് പോന്നു. കുപ്പിയും ഇത് മഴയെല്ലാം വരുമ്പോൾ നമുക്ക് ഈ മഴക്കാലത്തുള്ള വിഷമമല്ലേ. കൊതുക് എങ്ങനെയായാലും യാത്ര ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കൊണ്ടിടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ നല്ല എല്ലാം പ്ലാസ്റ്റിക് മുഴുവനായിട്ട് എടുത്ത് ഒന്നുമില്ലാതെ അത്രയും നല്ല വൃത്തിയുള്ള ഇതായിരുന്നു. ഇപ്പം ഇങ്ങനത്തെ എല്ലാം കാണുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പഴയ കാലത്തെ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കാങ്കോൽ കാളീശ്വരത്തെ മാവുമുത്തശ്ശി ഇപ്പോഴും തലയെടുപ്പോടെ നിൽക്കുന്നു. AKGയും കേരളീയനും AV കുഞ്ഞമ്പുവും ഈ മാവിൻ ചുവട്ടിൽ വന്നിരുന്നാണ് സ്വാതന്ത്ര്യത്തിന്റെ ആകാശം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത്. കാലം ചെല്ലും തോറും ചെറുപ്പം നിലനിർത്തുകയാണ് ഈ മാവ്. 2 വിദ്യാലയങ്ങളുടെയും ക്ഷേത്രത്തിന്റെയും അരികിൽ സ്ഥിതി ചെയ്യുന്ന ഈ പടുകൂറ്റൻ മാവ് ഈ പ്രദേശത്തെ വലിയ ഒരു തണൽമരം കൂടിയാണ്. മൈതാനത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടികൾ ഈ മാവിന്റെ തണലുപറ്റി കളിക്കാറുണ്ട്. ഈ മാവിൽ എല്ലാ വർഷവും ധാരാളം മാങ്ങകളും ഉണ്ടാകാറുണ്ട്. വർത്തമാനകാലത്ത് തണലേകുമ്പോൾ പോയൊരു കാലത്തെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾക്കും ഈ മാവ് സാക്ഷിയാണ്.
ജന്മി നാടുവാഴിത്ത സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്ത് ജന്മിയുടെ കാഴ്ചയിൽ ശരികേട് ചെയ്തിരുന്നവരെ ക്രൂരമായി ഈ മാവിന്റെ കീഴിൽ കെട്ടിയിട്ട് ശിക്ഷിച്ചിരുന്നു. AKGയും കേരളീയനും AV കുഞ്ഞമ്പുവും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ ആകാശം കാണിച്ചു കൊടുത്തത് ഇതേ മാവിൻ ചുവട്ടിൽ വെച്ചു തന്നെയായിരുന്നു. യോഗങ്ങൾ, മുദ്രാവാക്യങ്ങൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾക്ക് ഈ മാവ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മാവിൻ്റെ ശരിക്കുള്ള പഴക്കം അറിഞ്ഞാൽ ഇന്ന് ആരുമില്ല. ഒരാളോട് ചോദിക്കുമ്പം, ഏറ്റവും ഇപ്പോഴത്തെ വയസ്സായ ആളോട് ചോദിക്കുമ്പം അയാൾ പറയും, ഞാൻ എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ വയസ്സ് അറിഞ്ഞ ഒരാളും ഇല്ല. ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ ഏകദേശം ഒരു 400 വർഷത്തെ പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഞാൻ തീർച്ചയായും വോട്ട് ചെയ്യും എന്ന സന്ദേശത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ഫുട്ബോൾ പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. നോഡൽ ഓഫീസർ TT സുരേന്ദ്രൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. ഞാൻ തീർച്ചയായും വോട്ട് ചെയ്യും എന്ന സന്ദേശത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ഫുട്ബോൾ പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷണൽ ഇലക്ടറൽ പാർട്ടിസിപ്പേഷന്റെ ഭാഗമായി തൃക്കരിപ്പൂർ വെള്ളാപ്പ് അറീന ടർഫ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് മത്സരം നടന്നു. നോഡൽ ഓഫീസർ TT സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ പ്രോഗ്രാം SWOOP എന്ന പേരിൽ സിസ്റ്റമാറ്റിക് വോട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ജനങ്ങളെ ആകെ ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിനിലൂടെ 100% പോളിംഗ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ നമ്മൾ ജില്ലയിലാകെ കഴിഞ്ഞ 2-3 മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡ്രീംസ് ഫുട്ബോൾ അക്കാദമി തൃക്കരിപ്പൂരും GFC ഉദിനൂരും മത്സരത്തിൽ ഏറ്റുമുട്ടി. നോഡൽ ഓഫീസർ D ഹരിദാസ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി KV സുരേഷ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് അശോകൻ മാസ്റ്റർ, ഡോക്ടർ രാജീവൻ എന്നിവർ സംസാരിച്ചു. സൈക്കിൾ റാലി, ക്രിക്കറ്റ് ടൂർണമെന്റ്, സൗഹൃദ ഫുട്ബോൾ മേള, വോളിബോൾ, ക്വിസ് മത്സരം തുടങ്ങിയ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുട്ടികളിൽ വായനാശീലവും സർഗാത്മക രചനയും പ്രോത്സാഹിപ്പിക്കാൻ ജില്ലയിലെ വിദ്യാലയങ്ങൾക്കൊപ്പം വായനശാലകളെയും ചേർത്തുകൊണ്ട് സമഗ്ര ശിക്ഷ കേരള നടപ്പിലാക്കുന്ന പദ്ധതിയായ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പുറച്ചേരി ഗ്രാമീണ വായനശാലയിൽ തുടക്കം കുറിച്ചു. കവിയും അധ്യാപകനുമായ മാധവൻ പുറച്ചേരി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ വായനാശീലവും സർഗാത്മക രചനയും പ്രോത്സാഹിപ്പിക്കാൻ ജില്ലയിലെ വിദ്യാലയങ്ങൾക്കൊപ്പം വായനശാലകളെയും ചേർത്തുകൊണ്ട് സമഗ്ര ശിക്ഷ കേരള നടപ്പിലാക്കുന്ന പദ്ധതിയായ ബഡ്ഡിംഗ് റൈറ്റേഴ്സിന് പുറച്ചേരി ഗ്രാമീണ വായനശാലയിൽ തുടക്കം കുറിച്ചു. 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ എത്തിക്കുകയും അംഗത്വം നൽകുകയും ചെയ്തു. തുടർ ദിവസങ്ങളിൽ പുസ്തക പരിചയം, വായനാനുഭവം പങ്കിടൽ, സാഹിത്യകാരന്മാരെ പരിചയപ്പെടൽ, എഴുത്തുകാരുടെ ജീവചരിത്രം, കഥ, കവിത അവതരണം, കയ്യെഴുത്തു മാസിക നിർമ്മാണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സമഗ്ര ശിക്ഷ കേരളയും ഗ്രന്ഥശാല സംഘവും ചേർന്ന് നടത്തുന്ന പദ്ധതി മാടായി സബ് ജില്ലയ്ക്കു കീഴിലുള്ള പുറച്ചേരി ഗവൺമെന്റ് UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതി കവിയും അധ്യാപകനുമായ മാധവൻ പുറച്ചേരി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വേണ്ടി രാവിലെ എഴുന്നേറ്റിട്ട് കിളികൾ മനോഹരമായ ഒരു ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്നുണ്ട്. ഇത്ര മനോഹരമെന്നറിയുമോ? ലോകത്ത് ഇത്ര ഭയങ്കര ഈ സംഗീതം വരുന്നില്ല. നമ്മൾ ഈ പൈസയിൽ കൊടുത്തിട്ട് 10-30,000 രൂപയെല്ലാം കൊടുത്തിട്ട് നമ്മൾ ചില ഓർക്കസ്ട്ര ഉണ്ട്. അതിനേക്കാളൊക്കെ മികച്ച ഓർക്കസ്ട്രയാണ് എല്ലാ ദിവസവും രാവിലെ കേൾക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല, പക്ഷെ അത് നമുക്ക് കേൾക്കാതെ രാവിലെ എഴുന്നേക്കാതെ ഒരിക്കലും കേൾക്കാൻ പറ്റില്ല. ഹെഡ് മാസ്റ്റർ ഇൻചാർജ് രജനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. CRC കോർഡിനേറ്റർ P സരിത, K സണ്ണി, വായനശാല സെക്രട്ടറി മനോജ് വർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ബഡ്ഡിംഗ് റൈറ്റേഴ്സിന്റെ ഭാഗമായി എത്തിയ കുട്ടികൾക്ക് വായനശാല പ്രവർത്തകർ പുസ്തകം വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. IRPC ചെറുതാഴം ഈസ്റ്റ് ലോക്കൽ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അതിയിടം പാലോട്ടുകാവ് പരിസരത്ത് മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു.
ജീവകാരുണ്യ മേഖലയിൽ സജീവമായ ഇടപെടലാണ് IRPCയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. കിടപ്പിലായ രോഗികൾക്ക് വീടുകളിലെത്തി ആവശ്യമായ ചികിത്സാ സൗകര്യം ഒരുക്കുക, കിടപ്പു രോഗികൾക്ക് ആവശ്യമായ വാട്ടർ ബെഡ്, വാക്കർ, വീൽചെയർ തുടങ്ങിയ ഉപകരണങ്ങളും IRPCയുടെ നേതൃത്വത്തിൽ സൗജന്യമായി വിതരണം ചെയ്തു വരുന്നുണ്ട്. അതിയിടം പാലോട്ടുകാവ് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് സൗജന്യ കുടിവെള്ള വിതരണവും ജീവിതശൈലി രോഗനിർണയവും സംഘടിപ്പിച്ചു. നൂറുകണക്കിന് ആളുകളാണ് ദിവസേന ക്യാമ്പിലെത്തുന്നത്. അതുപോലെ തന്നെ അലോപ്പതി ഡോക്ടർമാരുടെ സേവനം ഇവിടെയുണ്ട്. അതുപോലെ പിന്നെ ഷുഗർ പരിശോധന, പ്രഷർ പരിശോധന ഒക്കെ, അതുപോലെ കുടിവെള്ള വിതരണം. അതായത് ഈ വൈകുന്നേരം വരെയുള്ള ഈ ചൂട് കാലത്ത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ള വിതരണവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആയുർവേദ അലോപ്പതി ഡോക്ടർമാരുടെ സേവനങ്ങൾ ക്യാമ്പിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. VP രമേശൻ, പത്മജ ഭാസ്കരൻ, കീഴ്പള്ളി ഭാസ്കരൻ, ഡോക്ടർ KS അമർനാഥ്, സിദ്ധാർത്ഥ് ദിലീപ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നാശത്തിന്റെ വക്കിൽ ചെറുതാഴം കോവോപ്പുറം തോട്. മാലിന്യങ്ങൾ നിറഞ്ഞും സംരക്ഷണമില്ലാതെയും തോട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുതാഴം പഞ്ചായത്തിലെ കോവോപ്പുറം തോട് നാശത്തിന്റെ വക്കിലായിരിക്കുന്നു. മാലിന്യങ്ങൾ നിറഞ്ഞും തോട് സംരക്ഷണമില്ലാതെയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വേനൽക്കാലത്ത് പോലും തോട്ടിൽ ധാരാളം വെള്ളമുണ്ട്. എന്നാൽ കുടിവെള്ള ആവശ്യത്തിനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഈ വെള്ളം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല. തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും മാലിന്യങ്ങൾ തള്ളിയും തോടിനെ ഇന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴെങ്കിലും ഈ തോട് ശുചീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇടപെട്ട് JCB ഉപയോഗിച്ചോ നാശത്തിന്റെ വക്കിലെത്തിയ ഈ തോട് ശുചീകരിക്കുകയും തോടിന്റെ അരികുകൾ കെട്ടി സംരക്ഷിച്ച് നിർത്തണമെന്നും നാട്ടുകാർ പറയുന്നു. കടുത്ത വേനലിലും വറ്റാത്ത ഈ തോട് സംരക്ഷിക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അതിയടം ശ്രീ പാലോട്ടുകാവ് വിഷുവിളക്ക് മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ കാഴ്ചവരവ്, വെടിക്കെട്ട്, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. ഒരാഴ്ചക്കാലമായി നടന്നുവരുന്ന അതിയടം ശ്രീ പാലോട്ടുകാവ് വിഷുവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. കുറത്തിയമ്മ, പുതിയ ഭഗവതി, കുണ്ടോർ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, പുലിയൂർ കാളി, പാലോട്ടു ദൈവം തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ കാഴ്ചവരവ്, വെടിക്കെട്ട്, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ജീവകാരുണ്യ സാന്ത്വന പരിചരണ കേന്ദ്രമായ മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിന് പയ്യന്നൂർ ഹെൽത്തി ആൻഡ് ഹാപ്പി ഫിസിയോതെറാപ്പി ക്ലിനിക് ഭക്ഷ്യവസ്തുക്കൾ നൽകി. സാന്ത്വന കേന്ദ്രം ചെയർമാൻ P. ശശിധരൻ ഏറ്റുവാങ്ങി. ജീവകാരുണ്യ സാന്ത്വന പരിചരണ കേന്ദ്രമായ മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിന് പയ്യന്നൂർ ഹെൽത്തി ആൻഡ് ഹാപ്പി ഫിസിയോതെറാപ്പി ക്ലിനിക് അരി, പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ നൽകി. മാത്തിൽ സാന്ത്വന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ സാന്ത്വന കേന്ദ്രം ചെയർമാൻ P. ശശിധരൻ ഭക്ഷ്യവസ്തുക്കൾ ഏറ്റുവാങ്ങി. ജനങ്ങളുടെ നിർലോഭമായ സഹകരണത്തിലൂടെ ഈ സ്ഥാപനം നല്ല നിലയിൽ ഇപ്പോഴും നടന്നു പോവുകയാണ്. ഏതായാലും നാടിൻ്റെ നാനാഭാഗത്തും ധാരാളം പ്രയാസം അനുഭവിക്കുന്ന, മാനസികമായും ശാരീരികമായും പ്രയാസം അനുഭവിക്കുന്ന നിരവധി ആളുകളെ ഇപ്പോൾ അടുത്ത കാലത്തായി ഹോം കെയറിൻ്റെ ഭാഗമായി വീടുകളിൽ പോയിട്ട് പ്രത്യേക ശുശ്രൂഷയും നൽകുന്നുണ്ട്. സാന്ത്വന കേന്ദ്രം കൺവീനർ KV പവിത്രൻ, മാനേജർ TK ശങ്കരൻ മാസ്റ്റർ, പയ്യന്നൂർ ഹെൽത്തി ഫിസിയോതെറാപ്പി ക്ലിനിക് ഉടമ വിനോയ് മോഹൻ, അനിഷ ജിതു എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അതിയടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പുസ്തകമേളയ്ക്ക് തുടക്കമായി. അതിയടം പാലോട്ടുകാവ് പരിസരത്ത് A. മാധവൻ ഉദ്ഘാടനം ചെയ്തു.
അതിയടുത്തെ ഉത്സവപ്പറമ്പിലെ പുസ്തകശാല വേറിട്ട അനുഭവം പകരുന്നതാണ്. കുട്ടികളുടെ ചിത്രകഥകൾ, കവിതകൾ, ചരിത്ര പുസ്തകങ്ങൾ, നോവലുകൾ എന്നിവ പുസ്തകശാലയിൽ ഒരുക്കിയിട്ടുണ്ട്. വിഷുക്കൈനീട്ടം കൊണ്ട് കുട്ടികൾ പുസ്തകം വാങ്ങാൻ വരുന്ന കാഴ്ചയാണ് ഇവിടെ കൗതുകമുണ്ടാക്കുന്നത്. അതിയടം സാംസ്കാരിക വേദിയുടെ 35ാം വാർഷികാഘോഷത്തിന്റെ സാമ്പത്തിക സമാഹരണത്തിന്റെ ഭാഗമായാണ് ഈ പുസ്തകശാല ഒരുക്കിയിട്ടുള്ളത്. പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്ന പുസ്തക പ്രദർശനവും വിൽപ്പനയും. നമ്മുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ഒരു പരിപാടി എന്ന നിലക്കാണ് നമ്മൾ ഈ പുസ്തക പ്രദർശനം വിൽപ്പന ഇവിടെ നടത്തുന്നത്. ഇതിൽ എല്ലാ വിഭാഗം വായനക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പുസ്തകമാണ് നമ്മളിവിടെ സജ്ജാക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് വേണ്ടുന്ന കഥകൾ, നാടോടി കഥകൾ, മറ്റ് MV ശകുന്തള, PK ജയപ്രകാശൻ, KP സുജാത, PP രതീശൻ, കീപ്പള്ളി ഭാസ്കരൻ, MV മനോജ്, P ശ്യാമള, ശ്രീലത തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മദ്രസ അധ്യാപകനെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. രാമന്തളിയിൽ താമസിക്കുന്ന കണ്ണാടിപ്പറമ്പ് സ്വദേശിയായ മദ്രസ അധ്യാപകൻ 19 വയസ്സുകാരനായ സുഫേറിനെതിരെയാണ് പോക്സോ നിയമപ്രകാരം പയ്യന്നൂർ പോലീസ് കേസെടുത്തത്. സ്റ്റേഷൻ പരിധിയിലെ 15 വയസ്സുകാരിയെയാണ് പയ്യന്നൂരിലെ സ്ഥാപനത്തിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ കിണറിൽ കുടുങ്ങിയ യുവാവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. പരിയാരം സ്വദേശി ജയേഷിനെയാണ് പയ്യന്നൂർ ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചത്. ഇന്ത്യയുടെ മതേതരത്വവും ബഹുസ്വരതയും നശിപ്പിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. UDF മഹിളാ വിഭാഗം പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബൈക്ക് റാലി സംഘടിപ്പിച്ചു. പെരളം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. കാങ്കോൽ കരിങ്കുഴി വളവിൽ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന ജില്ലിയും കോൺക്രീറ്റ് മിക്സും വീഴുന്നത് പതിവാകുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ നിരുത്തരവാദപരമായി ഇത്തരം വസ്തുക്കൾ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുന്നു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.